അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചക്കത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ഒരാഴ്ചയിൽ ഒരു 7 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എന്നും ഇടാന്നുള്ളത്. അപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസമായ തിങ്കളാഴ്ചയാണ് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്നല്ലേ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഇവിടെ പൊറാട്ടയാണ് കേട്ടോ. അന്ന് പൊറാട്ട വെച്ചാൽ പിന്നെ ഏത് നാട്ടുകാർക്കും ഇപ്പോൾ ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണ് പൊറാട്ട. മലയാളികൾക്ക് പ്രത്യേകിച്ചും പിന്നെ മറ്റുള്ള നാട്ടുകാർക്കൊക്കെ പൊറാട്ട ഇഷ്ടപ്പെടാത്തവരൊന്നും ഇപ്പോൾ ആരുമില്ല. അധികം നമ്മളെ മലയാളി പൊറാട്ട തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. നോർത്ത് ഇന്ത്യൻസിനായാലും പാകിസ്ഥാനികൾക്കായാലും ആർക്കായാലും നമ്മളെ മലയാളി പൊറാട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഐറ്റംസ് പൊറാട്ടയാണ്. നല്ല അടിപൊളി പൊറാട്ട, അതിൻ്റെ കൂടെ ഒരു കറിയുണ്ട്. പിന്നെ ഉള്ളത് ഉപ്മാവാണ് കേട്ടോ. ഉപ്മാവ് വെച്ചാൽ ഇതൊരു വെറൈറ്റി ഉപ്മാവാണ് കേട്ടില്ലേ. വെജിറ്റബിളൊക്കെ മിക്സാക്കിയിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഉപ്മാവ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ? അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് റെഡിയായി വരുന്നത്. ഉള്ളിയും തക്കാളിയും അതേമാതിരി ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ് ഇതെല്ലാം പാടെ ഇട്ടിട്ടുള്ളൊരു ഉപ്മാവാണ് കേട്ടോ. ഈ തക്കാളി ഇട്ട് കഴിഞ്ഞാണ്ടല്ല ഉപ്മാവിനൊരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ആരെങ്കിലും ഇടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്കിയിട്ടൊന്ന് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇട്ട് നോക്കുകൊണ്ടു. നല്ലൊരു ടേസ്റ്റാണ് ആ ഉപ്മാവിന്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഉപ്മാവ് ഉണ്ടായി കഴിഞ്ഞാൽ. തക്കാളി പറ്റാണ്ട് ഉടച്ച് നമ്മൾ മറ്റുള്ളതിന് മസാല ഉണ്ടാക്കണ മാതിരി മസാല ആക്കരുത് കേട്ടില്ലേ. ചെറുതായിട്ട് അതിലിങ്ങനെ കാണണം. ഉള്ളിയൊക്കെ വാടി വന്നേക്ക് അതിൻ്റെ മുന്നേ തന്നെ ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ് അതൊക്കെ ഇടുന്നതിൻ്റെ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തക്കാളി ഇടുക. എന്നിട്ട് അതൊക്കെ നല്ല മൂത്ത് വന്നതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് നിങ്ങൾ എത്ര റവ എടുക്കുന്ന വെച്ചെങ്കിൽ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നെയ്യിലുണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഒരു ഐറ്റംസ് അതാണ് ഉപ്മാവ്. അത് നമ്മളെ നോർത്ത് ഇന്ത്യൻസിന് തന്നെ അതേമാതിരി മലയാളികൾക്കൊക്കെ പാടെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു രീതിയിലുള്ളൊരു ഉപ്മാവാണ്. പിന്നെ പാകിസ്ഥാനികൾക്ക് വേറെ അവരുടേതായൊരു റവ കൊണ്ട് ഒരു ഹലുവ ഉണ്ടാക്കി കൊടുക്കും. അത് അവർക്ക് കാരണം മധുരം ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഉപ്മാവ് ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കിയാൽ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുകൊണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും അതേമാതിരി പുതിയ മുത്തുമണികളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും ഉപ്മാവ് ഉണ്ടാക്കുന്നതുമായി ഉണ്ടാക്കി നോക്കുന്നുണ്ടല്ലോ, ഉണ്ടാക്കാത്തവരായിരിക്കും. പിന്നെ അതേമാതിരി ഒരു ഹലുവയാണ്. ഹലുവ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, ഉണ്ടാക്കി വെച്ചാണ് കാണിക്കുന്നത്. പാകിസ്ഥാനികൾക്കുള്ളതാണ്. അവർക്ക് പിന്നെ ഉപ്മാവ് അവർ ഇതേമാതിരില്ല ഇങ്ങനെയല്ലത് അവർ കഴിക്കൂല. അവർക്ക് മധുരമല്ല എന്തെങ്കിലും വേണം. അപ്പോൾ അവർക്ക് അതേ സാധനം തന്നെ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലൊരു കുറച്ച് ഫുഡ് കളറൊക്കെ ചേർത്തിട്ട് കുറച്ച് കാണാനും കുറച്ച് ഭംഗി വേണം അവർക്ക്. പിന്നെ അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടും കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മളെ നാട്ടിൽ കേസരിയൊക്കെ ഉണ്ടാക്കണ മാതിരി തന്നെ ഈ ഹലുവ ഇതും നല്ലൊരു ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ല നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കണ മാതിരി തന്നെ. പക്ഷെ ഉപ്മാവ് ഉണ്ടാക്കണ അത്ര വെള്ളം കുറവ് പോരായി, കുറച്ച് ഒന്ന് വെള്ളം കൂടുതലാക്കി വെച്ചിട്ടാണ് ഉണ്ടാക്കുക. നമ്മൾ ഉപ്മാവ് പറ്റ വെള്ളം കുറച്ചിട്ട് വേറെ പൊടിയായിട്ട് നിൽക്കൂല. അത് ആ ഉപ്മാവല്ലേ നമുക്ക് ഇഷ്ടം. ഇത് അതിലേറെ കുറച്ചുകൂടി വെള്ളം കൂട്ടിയിട്ടുണ്ടാക്കുന്ന ഒരു ഹലുവയാണ് അവരുടെ പാകിസ്ഥാനികൾക്കുള്ള ഹലുവ. അപ്പോൾ അവർക്ക് അതാണ്. പിന്നെ ബോയിൽ എഗ്ഗ്, അത് പിന്നെ എല്ലാ ദിവസവും ഉള്ളതാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു. കോഴിമുട്ട എല്ലാ ദിവസവും ഉണ്ട്.
ആൾക്കാർ നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്നല്ലേ, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കട്ടെ അല്ലേ. രാവിലെയൊക്കെ 1-2 കോഴിമുട്ടയൊക്കെ കഴിച്ചാൽ തന്നെ നല്ലതല്ലേ ഡെയിലിയൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മെസ്സിലെ രാവിലത്തെ തിങ്കളാഴ്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പൊറാട്ടൻ്റെ കൂടെ നമ്മൾ നല്ല കടലക്കറിയാണ് കേട്ടോ. നല്ല കറുത്ത കടല, ചെറിയ മണിക്കടല ഉണ്ടല്ലോ, ആ കടലൻ്റെ കറിയാണ്. ഈ കടലക്കറി അടിപൊളി നല്ല കറിയാണ്. കടലക്കറിന് നല്ലൊരു മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, കുറച്ച് ഗരം മസാല ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബീഫ് കറിൻ്റെ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുക കടലക്കറി. ഒരു ഇറച്ചിക്കറിൻ്റെ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കി എടുക്കുക കടലക്കറി, ഈ കടല കൊണ്ട് കറി ഉണ്ടാക്കുമ്പോൾ. അതാണ് എല്ലാവരും ഈ കറിക്ക് കടല കൊണ്ട് കറി ഉണ്ടാക്കുന്നത്. നമ്മളെ വൈറ്റ് കടലിലേറെ ഈ കടല കൊണ്ട് കറി ഉണ്ടാക്കുമ്പോൾ തന്നെ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാകുക. അപ്പോൾ ഓക്കെ, നാളെ അടുത്ത വീഡിയോ ആയിട്ട്